ഒമാനിലെ എണ്ണക്കപ്പൽ അപകടത്തിൽ ഒരു മരണമെന്ന് സംശയം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. നാശം വിതച്ച് സംസ്ഥാനത്ത് മഴക്കെടുതി. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇടുക്കിയിലും ഓരോ മരണം. വീടുകൾ തകർന്നു. കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിൽ. മലപ്പുറം ജില്ലയിൽ 3 പേർക്ക് മലമ്പനി. വയനാട് ജില്ലയിൽ നാളെയും അവധി. പ്രതികൂല കാലാവസ്ഥയിൽ കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡ്. ബോട്ടിലുണ്ടായിരുന്നത് 11 തൊഴിലാളികൾ. ബോട്ട് കുടുങ്ങിയത് കൊച്ചിയിൽ നിന്ന് 80 നോട്ടിക്കൽ മൈൽ ദൂരത്ത്. ഒമാൻ തീരത്തെ ടാങ്കർ അപകടത്തിൽപ്പെട്ട 8 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഒരാൾ മരിച്ചെന്ന സംശയം. കാണാതായ മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുന്നു. ദൌത്യത്തിൽ കൈകോർത്ത് ഇന്ത്യൻ നാവികസേനയും. കന്നഡ സംവരണ ബിൽ പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനം. പ്രതിഷേധം കനത്ത സാഹചര്യത്തിൽ പ്രതിഷേധമറിയിച്ച് ജോൺ ബ്രിട്ടാസ് MP. കേരളത്തിൽ നിക്ഷേപിക്കാൻ കമ്പനികളെ ക്ഷണിച്ച് മന്ത്രി P. രാജീവ്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുൻ VC-ക്ക് ഗുരുതര വീഴ്ചയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. മർദ്ദന വിവരം അറിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. പൂക്കോട് ക്യാമ്പസിൽ അരാജകത്വം. റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. രമേശ് നാരായണൻ വിവാദത്തിൽ ആസിഫ് അലിയുടെ പ്രതികരണം. തനിക്കുള്ള പിന്തുണ വിദ്വേഷ പ്രചാരണമാകരുത്. വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. സംഭവത്തിൽ വിശദീകരണം തേടി ഫെഫ്ക. തെറ്റിദ്ധാരണയെന്ന് ആവർത്തിച്ച് രമേശ് നാരായണൻ. തിരുവനന്തപുരം നന്ദിയോട് പടക്കക്കട പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക്. അളവിൽ കവിഞ്ഞ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സൂചന. ആമയിഴഞ്ഞാൻ തോട്ടിൽ മുങ്ങി മരിച്ച് ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. അമ്മയ്ക്ക് 10 ലക്ഷം രൂപ നൽകും. കോർപ്പറേഷൻ 10 ലക്ഷവും വീടും നൽകുമെന്ന് മേയർ. കനാലുകളിൽ മാലിന്യം തള്ളുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി. വൻകിട കയ്യേറ്റക്കാരെ തൊട്ടപ്പോൾ ഓപ്പറേഷൻ അനന്തപാളിയെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. സംസ്ഥാനത്ത് ദുരിതം വിതച്ച് പെരുമഴ. 3 പേർ മരിച്ചു. തിരുവനന്തപുരത്തും ഇടുക്കിയിലും ആലപ്പുഴയിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. നാശനഷ്ടങ്ങൾ തുടരുകയാണ്. വയനാട് ജില്ലയിൽ കനത്ത മഴ കാരണം നാളെയും അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാര്യനാട് വള്ളം മറിഞ്ഞാണ് മത്സ്യത്തൊഴിലാളി അലോഷ്യസ് മരിച്ചത്. കരയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കിയിൽ പുഴയിൽ വീണ് മാങ്കുളം താളുംകണ്ടംകുടി സ്വദേശി സനീഷാണ് മരിച്ചത്. ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസുമാണ് മരിച്ചത്. എറണാകുളം പള്ളിക്കരയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 മുറികൾ പൂർണ്ണമായും തകർന്നു. മുട്ടൻതോട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. കിടപ്പുമുറിയിലെ അലമാരകൾ, കട്ടിൽ തുടങ്ങിയവയും നശിച്ചു. ആലപ്പുഴ ജില്ലയിലെ എടത്വ, തലവടി ഉൾപ്പെടെ പമ്പയാറിന്റെ താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ തമിഴ്നാട് നിന്നുള്ള NDRF സംഘം എത്തി. കാസർഗോഡ് കരിന്തളം ചീമേനി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായി. പെരിയാർ, പമ്പ, ചാലക്കുടി തുടങ്ങി സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്.
ഭൂതത്താൻകെട്ട് അണക്കെട്ട് തുറന്നു. കനത്ത മഴയും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. കോട്ടയം ഇലവീഴ പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലും വിലക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം ജില്ലയിൽ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനിയിലാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. പൊന്നാനിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പൊന്നാനി നഗരസഭയിലെ 5-ാം വാർഡിലെ 3 പേർക്കാണ് കഴിഞ്ഞ ദിവസം മലമ്പനി സ്ഥിരീകരിച്ചത്. 21-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രദേശത്ത് നടത്തിയ പനി സർവേയിലാണ് മറ്റ് 2 സ്ത്രീകളും രോഗബാധിതരാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നഗരസഭയിലെ 4, 5, 6, 7 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ആരോഗ്യ പ്രവർത്തകർ ഓരോ വീടുകളിലുമെത്തി രക്തപരിശോധന നടത്തുന്നുണ്ട്. 100 ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ജില്ലാ തലത്തിലുള്ള ഹെൽത്ത് വിങ്ങിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ JHIമാരും JPHNമാരും മറ്റ് ആശാ വർക്കർമാരും ഉൾപ്പെടുന്ന 100ഓളം വരുന്ന പ്രവർത്തകർ 5-ാം വാർഡിലും അതുപോലെ തന്നെ 4-ാം വാർഡിലും തൊട്ടടുത്ത 6-ാം വാർഡിലും 7-ാം വാർഡിലും ഒക്കെ ആയിട്ട് ഇന്ന് അതിതീവ്ര പരിശോധനയാണ് നടത്തുന്നത്. 3 ആഴ്ച ലക്ഷ്യമാക്കി തയ്യാറാക്കിയ രൂപരേഖ അനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ മലമ്പനി നിയന്ത്രിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പും പൊന്നാനി നഗരസഭയും. അതേസമയം ജില്ലയിൽ മറ്റെവിടെയെങ്കിലും രോഗബാധ ഉണ്ടോ എന്ന് വ്യക്തമാക്കാനാകില്ലെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. പ്രതികൂല കാലാവസ്ഥയിൽ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. 11 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. കൊച്ചിയിൽ 80 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ബോട്ട് കുടുങ്ങിയത്. സ്വകാര്യ മേഖലയിൽ കർണാടകക്കാർക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ല് പുനഃപരിശോധിക്കുമെന്ന് സർക്കാർ. IT വ്യവസായ മേഖലകളിൽ നിന്നുൾപ്പെടെ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യ സർക്കാരിന്റെ തീരുമാനം. വ്യവസായ മേഖലയോട് ആലോചിച്ചു മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് സിദ്ധരാമയ്യ എക്സിലെ പോസ്റ്റിൽ വ്യക്തമാക്കി. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡിഗരെ നിയമിക്കണമെന്നായിരുന്നു ബില്ലിലെ ശുപാർശ. കർണാടകത്തിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ കൂടുതൽ സംഘടനകളും സ്ഥാപനങ്ങളും രംഗത്തെത്തിയിരുന്നു. കന്നഡ സംവരണവാദം മൗലികവാദമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ലക്ഷക്കണക്കിന് മലയാളികളെ ബാധിക്കുന്ന വിഷയം എന്നതിനപ്പുറത്ത് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ഇത് കർണാടകയെയും അതുപോലെ തന്നെ ബാംഗ്ലൂരിനെ പോലും പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. ഇത് ദീർഘകാല വീക്ഷണത്തോടെ കർണാടക മന്ത്രിസഭ കൈക്കൊണ്ടൊരു തീരുമാനമല്ല എന്നുള്ള കാര്യം ബുദ്ധിയും ബോധവുമുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. ഉദാഹരണം പറഞ്ഞാല് ബാംഗ്ലൂർ എന്നുള്ള ഒരു IT നഗരത്തെ കെട്ടിപ്പടുത്തത് കേവലം കർണാടകയിൽ ജനിച്ചവരല്ല, പുറത്തു നിന്ന് വന്ന ആൾക്കാരാണ്. 450 ബില്യൺ US ഡോളറിന്റെ ഒരു IT ഹബ്ബായിട്ട് ബാംഗ്ലൂര് ഉരുത്തിരിഞ്ഞു എങ്കിൽ അതിന്റെ സംഭാവന നൽകിയത് കർണാടകക്കാർ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരും അതുപോലെ തന്നെ എംപ്ലോയീസുമാണ്. കേരളത്തിൽ നിക്ഷേപിക്കാൻ കമ്പനികളെ ക്ഷണിച്ച് വ്യവസായ മന്ത്രി P. രാജീവ്. കന്നഡക്കാർക്ക് സംവരണം നൽകുന്ന ബില്ലിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് വ്യവസായ മന്ത്രി P. രാജീവിന്റെ ട്വീറ്റ്. തൊഴിലവസരങ്ങൾക്ക് കേരളത്തിൽ മികവും മെറിറ്റും മാത്രമാണ് അടിസ്ഥാനം. കമ്പനികൾക്ക് കേരളത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ അനുകൂല സമയമാണിതെന്നും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എക്സിൽ കുറിച്ചു. SFIയെയും VC അടക്കമുള്ള വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തി ഹരിപ്രസാദ് കമ്മീഷൻ റിപ്പോർട്ട്. സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിന്റെ പ്രധാന കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, പക്ഷേ SFIയുടെ ഇടപെടൽ സംഭവത്തിന് ഗൌരവം മറച്ചുവെച്ചു. വാർഡന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഡീൻ പരാജയപ്പെട്ടു. ഹോസ്റ്റലിൽ അച്ചടക്കം ഉറപ്പാക്കാൻ ഡീനിന് കഴിഞ്ഞില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്.
പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല അധികൃതരെയും ഡീനിനെയും മറ്റ് അധ്യാപകരെയും ആരോപണ വിധേയരാക്കിക്കൊണ്ട് തന്നെയാണ് കമ്മീഷന്റെ റിപ്പോർട്ട് രാജ്ഭവനിൽ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം ക്യാമ്പസിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സ്വാഭാവികമായി ഈ സംഘടനകൾ വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ക്യാമ്പസിനുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടവച്ചിരുന്നു. മാത്രവുമല്ല ക്യാമ്പസിൽ രാഷ്ട്രീയമായ ഇടപെടൽ അല്ലെങ്കിൽ SFIയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നുകേട്ട ആരോപണങ്ങൾ മാത്രമല്ല ഇത്തരമൊരു മർദ്ദന സംഭവത്തിലേക്ക്, ക്രൂരമായ മർദ്ദന സംഭവത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ക്യാമ്പസിൽ തുടർച്ചയായി അച്ചടക്ക ലംഘനങ്ങൾ നടന്നിരുന്നു. ഹോസ്റ്റലിലെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഹോസ്റ്റൽ അധികൃതർക്ക് വാർഡിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനിന് ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. ഹോസ്റ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ, മേൽനോട്ടം നടത്താനോ പരിശോധനകൾ നടത്താനോ അധികൃതർ തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല ഹോസ്റ്റലിന്റെ അടക്കം ചുമതലകൾ ഉണ്ടായിരുന്ന അധ്യാപകർ പലപ്പോഴും അവരുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് പൂക്കോട് നിന്ന് മാറി മണ്ണുത്തിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുത്തഴിഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു ഇവിടെ ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നത്. അവിടെ അശ്ലീല സംഭാഷണങ്ങൾ അടക്കം ചുവരുകളിൽ എഴുതുന്ന സംഭവങ്ങൾ പലപ്പോഴായി ആവർത്തിക്കപ്പെട്ടിട്ടും അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് അധികൃതർക്ക് കഴിയാതെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത് സിദ്ധാർത്ഥ് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി ഈ തൂങ്ങി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടും അതിന്റെ ഗൌരവം കൃത്യമായി പുറത്തേക്ക് എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാഹ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പരോക്ഷമായി SFIയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് കൃത്യമായി എടുത്തു പറയുന്ന കാര്യം. അതോടൊപ്പം തന്നെ വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡീൻ അടക്കമുള്ളവർ അന്നേ ദിവസം ക്യാമ്പസിൽ ഉണ്ടായിരുന്നിട്ടും സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ പോയതാണ് വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഗവർണർ തന്നെ നേരത്തെ സമാന വിഷയത്തിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വൈസ് ചാൻസലറായിരുന്ന MR ശശീന്ദ്രനാഥിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ടും സമാനമായ വിഷയത്തിൽ കോളേജ് അധികൃതരെയും SFIയെയും ഒക്കെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഗൌരവം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ നീങ്ങുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പുരസ്കാര വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി. തനിക്ക് നൽകുന്ന പിന്തുണ മറ്റൊരാൾക്കുള്ള വിദ്വേഷ പ്രചാരണമാകരുത്. മതപരമായി പോലും ഈ വിഷയമെത്തി. അത് പാടില്ലാത്തതാണ്. ആ നിമിഷത്തിൽ രമേശ് നാരായണനുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് സംഭവിച്ചതാണ്. മനഃപൂർവ്വമാണെന്ന് ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും രമേശ് നാരായണൻ അനുഭവിക്കുന്ന വേദന തനിക്കറിയാമെന്നും ആസിഫ് അലി പറഞ്ഞു. ഇത്രയും മലയാളികൾ തന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു. വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു. അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതേസമയം ആസിഫിനെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ധ്യാൻ ശ്രീനിവാസൻ. താൻ ആസിഫിനൊപ്പമാണ്. തെറ്റ് പറ്റിയത് രമേശ് നാരായണനാണ്. ഇനി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് മാപ്പ് പറഞ്ഞതെന്നും ധ്യാൻ കുറ്റപ്പെടുത്തി. സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു. അത് അതിനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി അതിന് കുറെ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി. അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് പണി തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ. തിരുവനന്തപുരം പാലോട് പടക്കക്കടയ്ക്ക് തീപിടിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലോട് സ്വദേശി ഷിബുവിനാണ് പരിക്കേറ്റത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി.
പുലർച്ചെയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഷിബു എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീമുരുക പടക്കുകടയ്ക്കാണ് തീപിടിച്ചത്. പുലർച്ചയോടുകൂടി പൊടുന്നനെ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ആദ്യം വിവരം അറിയുന്നത്. ആ സമയത്ത് ഉടമയായിട്ടുള്ള ഷിബു മാത്രമാണ് ഈ കടയ്ക്കകത്തുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്തു. അതിനുശേഷമാണ് ഷിബുവിനെ പുറത്തെടുക്കുകയും ചെയ്യുന്നത്. ഷിബുവിന് വലിയ രീതിയിൽ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിനെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രാഥമികമായും പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തീപിടുത്തം ഉണ്ടായതാകാം. പക്ഷേ എങ്ങനെയാണ് തീപിടിച്ചത് അടക്കമുള്ള കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. പ്രാഥമികമായി ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ മറ്റ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റ് വീടുകളോ ഒന്നും തന്നെ ഈ സ്ഥലത്ത് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഉരുവായത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തത്. എന്തായാലും ഷിബു മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഇതിനുശേഷം രാവിലെയോട് കൂടിയാണ് ഈ മറ്റ് തൊഴിലാളികൾ ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് എത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു മേഖല, അതായത് പാലോട്, നന്ദിയോട്, ഒപ്പം തന്നെ പച്ച, ആലമ്പാറ അടക്കമുള്ള ഈ മേഖലകളിലെ ജനങ്ങൾ ജീവിക്കുന്ന ഈ ഒരു കുടിൽ വ്യവസായത്തോടു കൂടിയാണ്. ഇത്തരത്തിൽ നിരവധി ജനങ്ങൾ അവിടെ താമസിക്കുന്നതും ഒപ്പം തന്നെ അവർ ജീവിതം പോറ്റി മുന്നോട്ട് പോകുന്നത് ഈ ഒരു പടക്ക നിർമ്മാണ ശാലകൾ കൊണ്ട് തന്നെയാണ്. അവരുടെ കുടിൽ വ്യവസായം തന്നെയാണ് ഇത്. ഒപ്പം തന്നെ എല്ലാവർക്കും ലൈസൻസ് ഉണ്ട് എന്നാണ് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം പറയുന്നത്. ലൈസൻസ് ഉള്ള കടകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കടകളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിവരമില്ല. പക്ഷേ 2 കിലോ ഈ ഒരു പടക്കപ്പൊടിയാണ് ഒരാൾക്ക് കൈവശം വെക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്, ലൈസൻസ് പ്രകാരം അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷിച്ചു വരേണ്ടത്. പല കടകളിലുള്ള പല ഉടമകളും ഇത്തരത്തിൽ 2 കിലോയ്ക്ക് പകരം 20 കിലോ അടക്കം പടക്കപ്പൊടികൾ കൈവശം വെക്കാറുണ്ട്. അതാണ് പല രീതിയിൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി സമാനമായ രീതിയിൽ പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സമീപവാസികൾ പറയുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. തുടർന്ന് ഷിബുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതീവ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒമാനിലെ ദുഗ്മ തുറമുഖ തീരത്ത് ഓയിൽ ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടത്തിൽപ്പെട്ട് 8 ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൌരനെയും രക്ഷപ്പെടുത്തി. മൊത്തം 13 ഇന്ത്യക്കാരടക്കം 16 പേരെയാണ് കാണാതായിരുന്നത്. മറ്റുള്ളവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഒരാൾ മരിച്ചതായുള്ള സംശയവുമുണ്ട്. കപ്പൽ തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ യുദ്ധക്കപ്പൽ ഉൾപ്പെടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും ഇന്ത്യയും ഒമാൻ നാവികസേനയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ജമ്മുകാശ്മീരിലെ ഡോഡയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ 3ാം ദിവസവും തുടരുന്നു. ഉറർബാഗി വനമേഖലയിലാണ് തെരച്ചിൽ. ഭീകരർ തമ്പടിച്ച കേന്ദ്രങ്ങൾ സുരക്ഷാസേന തിരിച്ചറിഞ്ഞതായാണ് സൂചന. വനപ്രദേശമായതാണ് ദൌത്യം നീണ്ടുപോകാൻ കാരണം. കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിലാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെ 5 സൈനികർ വീരമൃത്യു വരിച്ചത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഘടിപ്പിക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ. തിരുവനന്തപുരം ആമയിഴഞ്ഞാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജോയിയുടെ കുടുംബത്തിന് കോർപ്പറേഷൻ വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇതിനായി സർക്കാരിന്റെ അനുമതി തേടി. ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും നൽകും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന് പുറമെയാണ് ഇത്. ജോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. മന്ത്രി വി ശിവൻകുട്ടി ആദ്യ ദിവസം തന്നെ, ഈ അപകടമുണ്ടായ ദിവസം തന്നെ ഈ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത്. തിരുവനന്തപുരം നഗരസഭയും 10 ലക്ഷം രൂപ ജോയിക്ക് നൽകും. ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാനുള്ള ആലോചനയുണ്ടെന്നും നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മാതാവിനോടൊപ്പം സംസ്ഥാന സർക്കാർ നിന്നതുപോലെ തിരുവനന്തപുരം നഗരസഭ ആ കുടുംബത്തെ ചേർത്തു പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി സ്വീകരിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ കൗൺസിൽ വരുന്ന ദിവസം പ്രിയപ്പെട്ട ജോയ് എന്ന് പറയുന്ന സഹോദരന്റെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. ജോയിയുടെ ആശ്രിതർക്ക് കൂടുതൽ സഹായം നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഡിവൈഎഫ്ഐ സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം വൈകാതെ കൈമാറാനാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെയിൽവേ 50 ലക്ഷം രൂപ അടിയന്തരമായി ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന ആവശ്യം ഡിവൈഎഫ്ഐ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു ചില സ്വകാര്യ വ്യക്തികളും
സംഘടനകളുമൊക്കെ ജോയിയുടെ കുടുംബത്തിന് സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വരുന്നുണ്ട്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. മാലിന്യം തള്ളുന്നത് ആളെ കൊല്ലുന്നതിന് തുല്യമെന്നും ഹൈക്കോടതി. ആമേഴഞ്ഞാൻ തോടിന് സമാനമാണ് കൊച്ചിയിലെ കനാലുകളിലെയും അവസ്ഥ. കനാലുകളിൽ മാലിന്യം തള്ളുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും വൃത്തിയാക്കിയ കനാലുകളിൽ എങ്ങനെ മാലിന്യം എത്തുന്നുവെന്നും ഹൈക്കോടതി ചോദിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനേതാണ് രൂക്ഷ വിമർശനം. മാലിന്യം തള്ളുന്നവർ ചെയ്യുന്നത് ആളുകളെ കൊല്ലുന്ന പണിയാണെന്നും തിരുവനന്തപുരത്തെ അപകടം കൊച്ചിയിൽ ആവർത്തിക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോൾ തന്നെയാണ് ഓപ്പറേഷൻ അനന്ത മുടങ്ങിയതെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. കയ്യേറ്റക്കാർ കോടതിയിൽ പോയി വാങ്ങിയ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ 2024 സർക്കാർ തയ്യാറായില്ലെന്നും ജിജി തോംസൺ ന്യൂസ് 18 പറഞ്ഞു. ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകിയ അഭിമുഖത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. ഈ മറ്റൊരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ളത് അവിടുത്തെ ചില വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോഴാണ് ഇതിന് വൻകിട കയറ്റങ്ങൾ അതെ ഓപ്പറേഷനാണ്. നമ്മള് വൻകിട കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? ഇവിടെ പിന്നെ മധ്യരാജാവായ ബിജു രമേശിന്റെ രാജധാനി എന്ന് പറഞ്ഞ ബിൽഡിങ്ങിന്റെ അടിയിൽ കൂടി 2 ഓടകൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, എൻ്റെ ബിൽഡിങ്ങിന്റെ അടിയിൽ കൂടി ഓടകൾ പോകുന്നുണ്ട്, പക്ഷെ ഞാനത് വെള്ളം തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. അത് ശരിയോ തെറ്റോ എന്ന് കോടതി വേണം തീരുമാനിക്കാൻ, എനിക്ക് പറയാനാവില്ല. അത് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം അതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ട് അപ്പീൽ സ്റ്റേ കൊടുത്തില്ല. അപ്പൊ അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തു. ഇന്ന് 2024 ഇത്. 2024 വരെ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെന്താ സർക്കാരല്ലേ വെക്കേറ്റ് ചെയ്യേണ്ടത്? എന്തേ വെക്കേറ്റ് ചെയ്യാത്തത്? അപ്പൊ നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഈ അദ്ദേഹത്തെ ഒന്നും മുഷിപ്പിക്കരുത്, ആ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറയുകയല്ലേ ഈ ചെയ്യുന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വേറൊരു അർത്ഥം ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇത് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പം നമ്മളിരുന്ന് റെയിൽവേ കുറ്റപ്പെടുത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് നാളെ ഒരാണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവാണ്. ഓർമ്മയായി 1 വർഷം എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല. പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഇന്നും ഒഴിയാത്ത ജനപ്രവാഹമാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പഞ്ചായത്തിൽ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അതൊരു കോറിയാണ്. എൻ്റെ വാർഡ് ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് അത് പോയത്. അന്ന് അത് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു കോറി പ്രവർത്തിച്ചിരുന്നു. പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മൾ കശീനെ നേരിട്ട് കാണാൻ വേണ്ടി ക്ലിഫ് ഹൗസിൽ ട്രിവാൻഡ്രത്ത് പോയതാണ്. ആ കശീരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിലുള്ള അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം കണ്ടു ബോധ്യപ്പെട്ടപ്പം അപ്പോഴും തന്നെ മുഖ്യമന്ത്രി കളക്ടറെ വിളിച്ച് പറഞ്ഞ് നമ്മൾ ഉച്ചയോടുകൂടി കാണുന്ന നമുക്കൊരു 4 മണിയോടുകൂടി കശി ഓർഡർ ഇറക്കുകയാണ്. പിറ്റേന്ന് തൊട്ട് ഏകദേശം 37 ദിവസത്തോളം ഈ കോറി പൂട്ടിയായിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്കൊന്നു കടന്നെങ്കിലും നിത്യശാന്തതയുടെ ഇടമായി ഈ കല്ലറ മാറി. എല്ലാ ഞായറാഴ്ചയും സഹായം തേടിയെത്തിയിരുന്നവർ ഇപ്പോഴും വരുന്നുണ്ട്. പലരും കല്ലറയിൽ ഒരു നിവേദനം വെച്ച ശേഷമാണ് MLA കാണുന്നത്. എനിക്കൊരു അസുഖമുണ്ട്, കിഡ്നി ഡിസീസ്. ഒരെണ്ണം പോയി, ഒരെണ്ണം ചുരുങ്ങിപ്പോയി, ഒന്ന് ശകലമേ ഉള്ളൂ. അപ്പോൾ അത് മാറി വെക്കണമെങ്കിൽ ഡോണറേയും കിട്ടണം, സാമ്പത്തിക സഹായം വേണം. ഇപ്പോൾ ഡോണർക്ക് പൈസ കൊടുക്കണ്ടായോ? ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനോട് പോയി അതിനൊരു അപേക്ഷ എന്തെങ്കിലും ഉണ്ട്, അതിൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ സാറിനൊരു നിവേദനം വെച്ചിട്ട് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ച. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ വിട ഓർത്തുകൊണ്ടാണ് അവർ ഓരോരുത്തരും മടങ്ങിയത്. പുള്ളി ചെയ്തു വെച്ചതിൻ്റെ നല്ല ഫലങ്ങൾ, അതായത് പുള്ളി ചെയ്ത് ഓരോന്നും ഇപ്പോൾ നമ്മൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉദാഹരണം ഇപ്പോൾ ഒരു വിഴിഞ്ഞം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ പുള്ളി ചെയ്തതിൻ്റെ ബാക്കികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ പുള്ളി ചെയ്ത പോലെ വേറെ ആർക്കും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അവർക്കറിയാമല്ലോ. അതുകൊണ്ട് ദിവസവും ഇവിടെ കൂടുകയാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല, ദിവസവും കൂടുക. ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയും ഇതിനോടൊപ്പം കൂടുതൽ വളർന്നു. തീർത്ഥാടന പാക്കേജുകളിൽ വരെ പള്ളി ഇടം പിടിച്ചു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പല ദേശങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ദിവസേന വരുന്നുണ്ട്. ടൂർ പ്രോഗ്രാമിന് വരുന്ന ആൾക്കാർ ഇവിടെ ഇതൊരു ടൂർ പോയിന്റ് ആക്കി ഇവിടെ ആൾക്കാർ വന്നു, പള്ളിയിൽ വന്നു, ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു,
പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. എപ്പോഴും ആൾക്കാരുടെ ഒരു ഒഴുക്ക് തന്നെയുണ്ട്. വിപുലമായ പരിപാടികളോടെ നാളെ കുഞ്ഞുഞ്ഞിന്റെ 1ാം വാർഷികം ആചരിക്കും. ചില ബന്ധങ്ങൾ അവസാനിക്കാറില്ല എന്ന് പറയാറുണ്ട്. പുതുപ്പള്ളിയിലെ ഈ കല്ലറ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെയും കൈവിടുന്നില്ല. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ വിതുമ്പി കുടുംബം. ഉമ്മൻചാണ്ടിയുടെ മെഴുക് പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ എത്തിയതായിരുന്നു കുടുംബം. തിരുവനന്തപുരത്തെ സുനിൽ വാക്സി മ്യൂസിയത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകായ മെഴുക് പ്രതിമ സ്ഥാപിക്കുന്നത്. ഈ പ്രതിമ നാളെ പുതുപ്പള്ളി പള്ളിയിൽ പ്രദർശിപ്പിക്കും. ടി സിദ്ദിഖ് എംഎൽഎക്കെതിരെ ഗുരുതര ആരോപണവുമായി കോഴിക്കോട് സ്വദേശിനി. തന്നെ ഒരു യുവാവ് പീഡിപ്പിച്ച കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് ടി സിദ്ദിഖ് എംഎൽഎ ആണെന്ന് യുവതി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. യൂട്യൂബ് ചാനൽ അവതാരകനായ പ്രതിക്കെതിരെ താൻ മാറാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ടി സിദ്ദിഖ് എംഎൽഎ ഇടപെട്ട് ആ കേസ് അട്ടിമറിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം. അരക്കിണറിലെ യുവാവ് കേസിന്റെ പേരിൽ ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുണ്ട്. വേട്ടയാടൽ സഹിക്കവയ്യാതായതോടെ അടുത്തിടെ താൻ സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കേസിൽ അപ്പീൽ പോകുമെന്നും യുവതി വ്യക്തമാക്കി. അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു വിട്ടതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട്, അതെനിക്ക് നല്ലതിന്, സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയി, എന്റെ മുഖം അതിൽ കാണൂല, നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവർ കാണുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം. എന്നിട്ടും ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തപ്പം സിദ്ദീഖ്, ഇപ്പോഴത്തെ എംഎൽഎ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത. ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല, കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല, അവനെ അറസ്റ്റ് ചെയ്തില്ല, ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു. KCA ക്രിക്കറ്റ് കോച്ച് എം മനുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. മനുവിനെതിരെ നേരത്തെയും പരാതിയുണ്ടെങ്കിലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഹർജിയിൽ ആരോപണം. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായിരുന്ന അന്തർവാഹിനി കപ്പൽ INS സിന്ധുരാജ് ഇനി ഓർമ്മ. 35 വർഷം നാവികസേനയുടെ ഭാഗമായിരുന്ന മുങ്ങിക്കപ്പൽ ഡീകമ്മീഷനു ശേഷം പൊളിക്കാനായി കണ്ണൂർ അഴീക്കൽ സിൽക്ക് യാർഡിലെത്തിച്ചു. മുങ്ങിക്കപ്പൽ പൊളിക്കാനായി അഴീക്കലിലെത്തിയത് കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിനും ചരിത്ര നേട്ടമായി. 2 വർഷം മുമ്പ് ഡീകമ്മീഷൻ ചെയ്ത INS സിന്ധുരാജ് വിശാഖപട്ടണം തുറമുഖത്തു നിന്നാണ് അഴീക്കൽ സിൽക്ക് യാർഡിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ CNS റോളിംഗ് ട്രോഫി നേടിയ ഏക മുങ്ങിക്കപ്പലാണ് INS സിന്ധുരാജ്. കാലപ്പഴക്കമെത്തിയ കപ്പലുകൾ പൊളിക്കുന്നതിൽ 40 വർഷത്തെ പാരമ്പര്യമുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൽ ആദ്യമായാണ് അന്തർവാഹിനി എത്തുന്നത്. ഇത് അഭിമാനകരമായ നേട്ടമാണെന്ന് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും MD TG ഉല്ലാസ് കുമാറും പറഞ്ഞു. നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്നോവേഷനുള്ള CNS റോളിംഗ് ട്രോഫി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നൽകിയ ഏക അന്തർവാഹിനിയാണ് ഈ സിന്ധു ധ്വജ്. 1986-നും 2000-നും ഇടയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ കിലോ ക്ലാസ് അന്തർവാഹിനിയാണ്. നാവികസേനയിലെ യാത്രയിലുടനീളം ഈ അന്തർവാഹിനി സ്വദേശീവൽക്കരണത്തിന്റെയും ഇന്ത്യൻ നാവികസേനയുടെയും ആത്മനിർഭരത കൈവരിക്കുവാനുള്ള ശ്രമങ്ങളുടെയും പതാകവാഹിനിയായിരുന്നു. അന്തർവാഹിനി ആയതുകൊണ്ട് പൊളിക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വർഷങ്ങളായി കപ്പൽ പൊളിക്കുന്നതിനുള്ള സിൽക്കിന്റെ പരിചയം ഉൾപ്പെടുത്തി ഏകദേശം 6 മാസം കൊണ്ട് പൊളിക്കൽ പൂർത്തിയാക്കാവുന്നതാണ് ഇപ്പോൾ കരുതുന്നത്. 6 മാസം കൊണ്ട് കപ്പൽ പൂർണ്ണമായും പൊളിക്കും. ഇതുവഴി സിൽക്കിന് 50 ലക്ഷം രൂപ ലാഭമുണ്ടാകും. ഇതുവരെ ചെറുതും വലുതുമായി 60ഓളം കപ്പലുകളാണ് അഴീക്കൽ സിൽക്കിൽ പൊളിച്ചത്. പൊതുമേഖലാ സ്ഥാപനമായ അഴീക്കൽ സിൽക്കിൽ ബോട്ട്, കപ്പൽ തുടങ്ങിയവയുടെ നിർമ്മാണവും ഉണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. സഞ്ജു സാംസൺ കളിച്ചേക്കുമെന്നാണ് സൂചന. സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും പരിഗണിച്ചേക്കും. 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന പരമ്പരയിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ഹാർദിക് പാണ്ഡ്യയും ഏകദിനത്തിനുണ്ടാവില്ല. ഈ മാസം 27 തുടങ്ങുന്ന പരമ്പരയിൽ 3 വീതം 2020 ഏകദിന മത്സരങ്ങളുണ്ട്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. ശുഭരാത്രി. ജില്ലയിലെ മിക്കയിടങ്ങളും